ഈ ശില്പം നിന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് തോന്നുന്നല്ലോ. അല്ല, ഇതെന്റെ മനസ്സിന്റെ ഭാഗമാണ്. പാവം രതിയും മന്മഥനും ഇന്നലെ രാത്രി വളരെ പ്രയാസപ്പെട്ട് കാണുമല്ലോ. ശ്വാസം വിടാൻ പോലും നീ സമ്മതിച്ചു കാണില്ല. അങ്ങനെയുള്ള പിടിയല്ലേ പിടിച്ചിരുന്നത്. ഇങ്ങനെ അങ്ങ് പോയാലേ നീയും കാമദേവനാവും. ഞാനും ഒരു കാമദേവൻ. പ്രതീക്ഷകളുടെ പൂക്കാലമാണ് എനിക്ക് ചുറ്റും. രതിയും കയ്യിലുണ്ടല്ലോ, തുടങ്ങിക്കോ, നിർത്താം. തുടങ്ങും. ഞങ്ങളുടെ ജീവിതമാകുന്ന നൃത്തം ഒരു കുടിലിന്റെ മുറ്റത്ത് കെട്ടിയുയർത്തുന്ന കൊച്ചു പന്തലിൽ വെച്ച് ആ നൃത്തം ആരംഭിക്കും. നിഷ്കളങ്കിയായ ഒരു അമ്മയുടെ ആനന്ദത്തിന്റെ കണ്ണുനീർ തുള്ളികളായിരിക്കും പുഷ്പവൃഷ്ടി. സ്നേഹവും വിശ്വാസവും ഞങ്ങളുടെ നൃത്തത്തിന്റെ രാഗവും താളവുമായിരിക്കും. എന്താ ഗോപി? അമ്മച്ചി, എനിക്കിപ്പം വേണ്ട മോളെ. സുഖമില്ലല്ലോ, ചൂടോടെ കുടിക്കണം. രാമൻകുട്ടിയണ്ണാ, രാമൻകുട്ടിയണ്ണാ, അണ്ണാ, രാമൻകുട്ടിയണ്ണാ. അണ്ണാ എണീക്കണ്ണ, ഇത് എന്തൊരു ഉറക്ക? എന്താടി? അണ്ണാ, എന്നെ എന്റെ കോഴിയൊന്ന് അക്കരെ വിടാമോ? ഇത് കോഴിയെ കയറ്റാനുള്ള വള്ളമല്ല. ചന്തേന്ന് തീ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. എന്നാലേ തീരെ കയറ്റിക്കൂടാ. അണ്ണാ, നേരായി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ? നിങ്ങളുടെ വള്ളം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് പോണല്ലോ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ദേ പോ. കോഴി നിന്റെ കോഴി കൊള്ളാമല്ലോടി. വാ, അക്കരെ വിടാം. നമ്മുടെ പത്മാശിയല്ലേ. പിണങ്ങാതെ വാ. വാ വാ. അവിടെ ഒരു കോഴി. അയ്യോ, കയറാൻ പറ്റില്ല അണ്ണ. അയ്യോ, ഓ എന്തൊരു ഭാരം.
അങ്ങ് വണ്ണം വെച്ച് പോയല്ലോടി പെണ്ണേ. ആ, എന്തോന്നാ നീ വീഴാതെ പിടിച്ചല്ലേ? അങ്ങനെ ഇപ്പൊ പിടിക്കണ്ട. അതെന്റെ ഒരു ആശയല്ലേ. അതിന് എന്നെ കിട്ടില്ല. എടീ, നീ വാറ്റുകാരി ചെല്ലുമ്മയുടെ മോള് തന്നെയല്ലേ? ആ വായി നോക്കി ഗണേശനാണെങ്കിൽ നിനക്ക് കുഴപ്പമില്ലല്ലേടി? രാമൻകുട്ടി, എന്താ വിശേഷമൊന്നുമില്ലല്ലോ? പ്രത്യേകിച്ചൊന്നുമില്ല. നിന്റെ വിശേഷങ്ങൾ അറിയാലോ എന്ന് കരുതി വിളിച്ചതാ. ആരും അറിയില്ലെന്ന് കരുതിയാലും ആരെങ്കിലൊക്കെ കാര്യങ്ങൾ അറിയും രാമൻകുട്ടി. അതും അല്ലെങ്കിൽ മുകളിലിരിക്കുന്നതും വലിയവന് എല്ലാം അറിയും. കൃഷ്ണേട്ടാ, ആ പെൺകുട്ടി ചത്തു. ഇനിയും നാട്ടിൽ പെൺകുട്ടികളുണ്ട്. അവരെയും കായലെറിയാൻ നോക്കാതെ വേഗം ഒരു കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്ക്. എന്റെ രാമൻകുട്ടിയെ, ഇപ്പോഴെങ്കിലും നിനക്ക് തോന്നിയല്ലോ വീട് വേണം, കുടുംബം വേണം എന്നൊക്കെ. ഇതൊക്കെ വളരെ നേരത്തെ വേണ്ടതായിരുന്നു. അതിരിക്കട്ടെ, നീ ഏതെങ്കിലും കുട്ടികളെ കണ്ടുവച്ചിട്ടുണ്ടോ? മടിക്കാതെ പറഞ്ഞോ. ആരായിരുന്നാലും അച്ഛൻ ഒരു വിരോധവും. നമ്മുടെ വീട്ടിലൊരു മരുമകൾ ഉണ്ടായാ മതി. അച്ഛൻ ആ ജാനകി അമ്മയുമായിട്ടൊന്ന് സംസാരിക്കും. അവരുടെ മകൾ ശാലിനി എനിക്കിഷ്ടമാണ്. ആ തള്ളയും മോളും 100 വട്ടം സമ്മതിക്കും. ഞാൻ ഇന്ന് തന്നെ അവരെ ചെന്ന് കാണാം. ശാലിനി, ഞാൻ നിന്റെ വീട്ടിൽ നിന്നാ വരുന്നത്. ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. ആണുങ്ങളില്ലാത്ത വീട്ടിൽ കുടിച്ചോണ്ട് വന്നാൽ... ഇല്ല, ഞാനിപ്പോ കുടിച്ചിട്ടില്ല. ഇനി ഒരിക്കലും കുടിക്കുകയില്ല. എനിക്കും ജീവിക്കണം ശാലിനി. നമ്മുടെ വിവാഹത്തിന് നിന്റെ അമ്മ സമ്മതിച്ചു. വേണ്ട, എനിക്ക് ഈ വിവാഹം വേണ്ട.